എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ, ഈമാനിൽ, തൗഹീദിൽ, ഇസ്തിഖാമത്തിൽ കൃത്യമായി നിലകൊണ്ടുപോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് 2 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാം. ഒന്ന്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, പഠനം. എന്ത് നന്മയിലേക്കും ആദ്യം അതാണ് വരിക. ഖുർആനിനോളം മഹത്വമുള്ള ഒന്നില്ല. വിശുദ്ധ ഖുർആൻ പഠനത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിക്കാതിരിക്കുക. 2, നവാഫിലും ബഅദൽ ഫറായിദ്, ഫർളുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക. ഒരു സുന്നത്തും നിസാരമായി കാണാതിരിക്കുക. 3, ദവാമു ദിക്രില്ലാഹി ഫിൽ ഖൽബി വൽ ലിസാൻ, ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും ദിക്റുള്ളവനായി നാവിനെയും ഖൽബിനെയും ദിക്റുള്ള കൊണ്ട് സ്മരിച്ചുകൊണ്ട് അല്ലാഹനെ ഓർത്ത് നനക്കുന്നവനായി മാറുക. 4, തൻവീഉൽ ഇബാദ, വിവിധ തരം ഇബാദത്ത് ചെയ്യുക. വെറും നിസ്കാരം മാത്രമാക്കരുത്. സ്വലാത്തുകൾ വേണം, സ്വദഖകൾ വേണം, അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക. 5, അസ്സദഖത്തു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. 6, ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെ കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരുപിടി നന്മകൾ ഉണ്ടാവുക. നമ്മുടെ ജനാസ ഇങ്ങനെ എടുത്തുകൊണ്ടുപോകുമ്പോ, അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത്, അയാളാണ് എനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്, അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത്, അയാളാണ് എനിക്ക് ആ ഖുർആനിന്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് എന്ന് പറയാവുന്ന നന്മയുടെ പ്രചാരകനായാൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ട്. 7, വമുജാലസത്തു സ്വാലിഹീൻ, വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹീങ്ങളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും നീ ഉണ്ടാക്കുക. 8, വതളറും ബിസ്സഹർ, അത്താഴത്തിന്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു, ആ അലാറം ഓഫാക്കാനായിട്ടില്ല, എടുത്തു വെച്ചോ, ഓണാക്കി വെച്ചോ. നമ്മൾ വിനയാന്വിതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ചറബ് ചോദിച്ചോളൂ തരാന്ന് പറഞ്ഞ സമയമാണ്. ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക.